ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ടെൻസ് എന്ന വിഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലെ 4 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാസ്റ്റ് ടെൻസിലെ 4 ഭാഗങ്ങൾ പഠിച്ചു. ഫ്യൂച്ചർ ടെൻസിലെ 4ാമത്തെ ഭാഗം, അതായത് അവസാനത്തെ ഭാഗമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ വിശദീകരിച്ചിരുന്നു. നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോൾ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കുക. അതിനുശേഷം പഠിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുക. അതിനുശേഷം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഇത് 3ഉം ഒബ്സർവ് ചെയ്ത് പഠിച്ചതിന് ശേഷം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിൽ താരതമ്യം ചെയ്യുക. അതിനുശേഷം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുക. അതിനുശേഷം ലാസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഇത് 3ഉം കൂടി എടുത്ത് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്, വെർബിലുള്ള വ്യത്യാസം എന്താണ്, ഓക്സിലറി വെർബിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ് എന്നെല്ലാം കൃത്യമായി പരിശോധിച്ച് ഒബ്സർവ് ചെയ്ത് വേണം, ഇത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അത്തരത്തിൽ മുൻപ് കൊടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ചെയ്യണം. മുൻപ് ആക്റ്റീവ് വോയിസിലുള്ള എല്ലാ സെൻറ്റൻസുകളെയും പാസീവ് വോയിസിലേക്ക് ആക്കുന്നതിനുള്ള സൂത്രപ്പണികളും വിദ്യകളുമെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാവരും കാണണം. ഇന്ന് നമ്മൾ അവസാനമായിട്ട് ടെൻസ് എന്ന വിഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത് എക്സാമിനേഷനുകളിലൊന്നും പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. സാധാരണയായി കാണാത്ത ഒരു വിഭാഗമാണ് എന്ന് വെച്ച് പഠിക്കാതെ വിട്ടുകളയരുത്. ടെൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അവബോധം ഉണ്ടാകുന്നതിന് ഇതുകൂടി, ഈ അവസാനത്തെ ഭാഗം കൂടി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സോ ലെറ്റ് us go to ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. ഇവിടെ വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുമ്പോൾ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഹാസ് ബീൻ അഥവാ ഹാവ് ബീൻ എന്നീ 2 ഓക്സിലറി വെർബുകളാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചതിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഓക്സിലറി വെർബ് ഹാസ് ബീനും ഹാവ് ബീനുമല്ല, ഹാഡ് ബീൻ പ്ലസ് ING ആണ്. അതിനുശേഷം ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഓക്സിലറി വെർബ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ കൂടി വിൽ ഹാസ് ബീൻ എന്ന് പ്രയോഗിക്കരുത്. വിൽ ഹാവ് ബീൻ എന്ന് തന്നെ വേണം പ്രയോഗിക്കാൻ. കാരണം പല ക്ലാസ്സുകളിലും ചില വിദ്യാർത്ഥികളെല്ലാം ഹി എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് വിൽ ഹാസ് ബീൻ എന്ന് പ്രയോഗിക്കാനുള്ളൊരു പ്രവണത പല വിദ്യാർത്ഥികളിലും കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ആവർത്തിക്കരുത്, ശ്രദ്ധിക്കുക. ഹി വിൽ ഹാസ് ബീൻ അല്ല, ഹി വിൽ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്നാണ്. ഹി ആയാലും ദേ ആയാലും, സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും വിൽ ഹാവ് ബീൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ ING ഫോം, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും ING ഫോമാണ് ഉപയോഗിക്കുക. ഐ ആകുമ്പോൾ, വി ആകുമ്പോൾ, IO VO സബ്ജക്റ്റായി വന്നാൽ ഷാൽ ഹാവ് ബീൻ പ്ലസ് ING കൂടി ചേർത്താൽ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സാധാരണ എക്സാമിനേഷനുകളിലൊന്നും ഈ ടെൻസ് ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ് ഇത് ഇത്രയും നേരം നമ്മൾ വിശദീകരിച്ചത്. സോ എങ്ങനെയാണ് ടെൻസ് പഠിക്കേണ്ടത് എന്നത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ടെൻസിൻ്റെയും ഓരോ ഭാഗങ്ങളെടുത്ത് താരതമ്യം ചെയ്ത് അതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ടെൻസ് എന്ന ഭാഗം മാത്രം പഠിച്ചിരുന്നാൽ നമുക്ക് വലിയൊരു ഭാഗം ചോദ്യങ്ങളുടെ ആൻസറിലേക്ക് നമുക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ
ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ പഠിക്കുക, വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഗുഡ് ബൈ.